ടോബിക സൽമാനെ ജായിക്കാൻ വിളിക്കണേ വണ്ടി മാറ്റിടാൻ പറയും നിലമ്പൂര് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മള് ചെക്കം ഓട്ടർഷിങ് കൊണ്ട് നിൽക്കണല്ലേ റേഷ ഇതാണ് വണ്ടി നോക്കാൻ പോണേ എവിടെ പോണ്ടേ പറയും നമുക്ക് ഏത് വണ്ടി നല്ല എടുക്കാന് എനിക്ക് എടുക്കാൻ നല്ല വണ്ടി ഏതാ നമുക്ക് നല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസല് ആ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാല് ഓട്ടം കൂടുതലും പിന്നെ ഡിക്കി സ്പേസ് ഒക്കെ വേണമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇറ്റിയോസ് നോക്കാം, ഹോണ്ട സിറ്റി നോക്കാം, പിന്നെ നമ്മളെ I20 നോക്കാം അല്ലേ തീരുമാനം. പിന്നെ നമ്മളെ മാരുതിന്റെ വണ്ടികളുണ്ട്, സാധാരണക്കാരെ വണ്ടി മാരുതിന്റെ വണ്ടി സാധാരണക്കാരന്റെ മിനി കൂപ്പർ നോക്കിയാലോ. സാധാരണക്കാരന്റെ മിനി കൂപ്പർ സാധാരണക്കാരന്റെ മിനി കൂപ്പർ അതുപോലെ അപ്പൊ ഞങ്ങള് എന്തായാലും വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് കരുതി. 3 കൊല്ലം നമ്മുടെ അടുത്ത് നമ്മളെ വണ്ടി കൊണ്ടു കൊടുക്കണേ. നമുക്ക് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് വണ്ടി മാറ്റിയിട്ട് കുറച്ച് ഡിക്കി സ്പേസ് ഉള്ളതും പിന്നെ മൈലേജ് ഉള്ള വണ്ടി എടുക്കാന്ന് കരുതി. അപ്പൊ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള്. നോക്കണേ ഞങ്ങൾ 2-3 സ്ഥലത്ത് ഇങ്ങനെ പോകണ്ട്. ജസ്റ്റ് ഒരു വണ്ടി കണ്ടുവെച്ചിട്ടുണ്ട് ഞങ്ങള്. ഒന്ന് പോയോക്കട്ടെ. എന്തായാലും വണ്ടി സെറ്റ് ആക്കണം അല്ലേ. പൈസ വണ്ടി എടുക്കാൻ അല്ല ഞാൻ കാരണം പോട്ടെ. എന്റെ അടുത്ത് €50,000 എടുത്തുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തത്. ഞാൻ അവിടെ പഠിച്ചതിന്റെ അത് കിട്ടത്. അല്ലാതെ ഇപ്പൊ നമുക്ക് പൈസ എടുത്ത് പൈസ എടുത്തൊന്നും വണ്ടി എടുക്കാൻ കഴിയൂല. പൈസ എടുത്ത് വെച്ചിട്ട് പേരായിട്ടാലും വണ്ടി എടുക്കാനും നടക്കൂല. അത് നമ്മളോട് എടുക്കുക, അത് അതിന്റെ വൈക്ക് അങ്ങനെ പോയിക്കോളും. അടവും കാര്യങ്ങളൊക്കെ ഇതൊന്നും കൂട്ടിച്ചിട്ടൊന്നും നടക്കൂല. ആ കാര്യം നമ്മളൊക്കെ അതില് ഭാഗ്യം പറയാട്ടോ. കാരണം നമ്മള് കാലഘട്ടത്തിന്റെ ഒപ്പം അങ്ങനെ പോയി മുന്നോട്ട് ചാടിയില്ല. അതിന് മുമ്പ് കല്യാണം കഴിച്ചോണ്ട് അൽഹംദുലില്ലാ. നമ്മളതിലൊന്നാമതേ നമ്മളെല്ലാ ജനറേഷനിലും പെടുന്നുണ്ട്. 90 കിഡ്സും 2K കിഡ്സിലൊക്കെ നമ്മള് പെട്ട്. അതായത് നമ്മള് ഭാഗ്യാണ്. നമ്മളെ ആ ജനറേഷനിലും പെട്ട് ഇതിലും പെട്ട്. എന്നാലോ ഇപ്പോഴും ചോദിച്ചല്ലോ നടക്കാൻ ഒരു താത്ത ചോദിച്ചു എന്താ എക്സാമിന് വന്ന് നടക്കുന്നത്. നമ്മളെന്താ ചെയ്യാ. ഞാൻ വണ്ടി കയറുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കും. ഞാനത് പറഞ്ഞേ ആ വണ്ടി ചെറുതൊക്കെ കൊണ്ടുപോകാൻ ലൈസൻസ് ഉണ്ടാവോ അങ്ങനെയാണ് പറയണത്. നിങ്ങളെ കല്യാണം കഴിഞ്ഞോന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്താ കാട്ടുന്നത്. സൽമാൻ നോക്കിയാൽ സൽമാൻ ഗൾഫ് വന്നാണ് പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. എന്താ ചെയ്യല്ലേ. അനുഗ്രഹം ഒരു മമ്മൂട്ടി വൈബായില്ല നമ്മള്. കുതിരത്ത് അൽഹംദുലില്ലാ അങ്ങനെ ദീർഘായുസ്സും ഇതൊക്കെ തരട്ടെ. ഞങ്ങളിപ്പം നിലമ്പൂരാണ്. തള്ളി ഇതാണ് NCV. കാലങ്ങളായിട്ട് ഇത് തന്നെ ഒരു മാറ്റമില്ലാത്തൊരു സംഭവമാണ് ഞങ്ങൾ NCV. നിലമ്പൂരിന് എന്ത് മാറ്റം പോലും NCV ഒന്നും മാറൂല. ഞങ്ങൾ എപ്പോഴും മൊബൈലിലെടുത്ത് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അതാണ് ഞങ്ങളല്ലേ. ഞങ്ങള് എന്ത് ഹൈ ക്യാമറ എടുത്താലും ഓല് പറയാ ഒന്ന് വാട്സപ്പിൽ അയച്ചു ചോദിച്ചു അല്ലേ. കാരണം എന്താ നമ്മള് കുറ്റം പറയല്ല, ടെക്നോളജി വളർന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലും എന്താ ഇതൊക്കെ ഉണ്ട്. ഓരോക്കെ ലൈവായിട്ട് അപ്പൊ സ്പോട്ട് ഇപ്പൊ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാലൊക്കെ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാണ്. ആ ഒരു സംവിധാനത്തേക്ക് നമ്മൾ എത്തണം. കാരണം കാലത്തിനനുസരിച്ച് മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലേ. ഒരു മൊബൈലും കൊണ്ട് ഈ ആൾക്കാർ മൊബൈലും കൊണ്ട് പോലെ റിപ്പോർട്ടർമാർ ഇറങ്ങിയാൽ മതി. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ സംഭവം ബാക്കിയുള്ള ന്യൂസിൽ പോയിക്കോട്ടെ. കാരണം നമ്മളോലെ ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ല, നമ്മളോലെ അത്ര ആയിട്ടുള്ള ഒന്നും ആയില്ല. പക്ഷെ എന്നാലും നമ്മളൊരു പൊതു കാര്യം പറയാണ് അല്ലേ സൽമാനെ. കാരണം എന്താ വെച്ചാല് അല്ലടാ നമ്മളിവിടെ ഒരുപാട് യൂട്യൂബേഴ്സും റീൽസ് ഇടുന്ന ടീമൊക്കെ പോയിങ്ങാണ്ട് അപ്പൊ സ്പോട്ടിൽ ഇട്ടാണ്. അത് ആളുകൾക്ക് അത് മതി. ഇപ്പം ആ ഒരു അറിവ് കിട്ടിയാൽ മതി. അല്ലാതെ കൂടുതലായിട്ട് ഇന്നോളം സംസാരിച്ചു മറ്റോ സംസാരിച്ചു അല്ലെങ്കിൽ കണ്ടു അതൊന്നും വേണ്ട. ഇപ്പൊ ഇങ്ങനെ നടന്നു. ഇപ്പൊ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്ന ഒരു കാറും ബൈക്കും ആക്സിഡന്റ് അതിന്റെ ആർക്കും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ എന്താ ഞങ്ങൾക്ക് ഇവിടെ കേറാനല്ല വിധി ഒന്നും വരുന്നില്ല. വരുത്തം ചെയ്യല്ലേ, വരുത്താതിരിക്കട്ടെ.
ബിഗ് ഒന്നും അല്ലല്ലെങ്കിലും ഈ എന്ത് കേസിന് വരിക പറഞ്ഞ ഞാന് മെയിൻ ആയിട്ട് വണ്ടി പണിന്റെ എന്തേലും ചൊറുണ്ടാവും. ഇവന് ഞങ്ങളെ ബസ് ഡ്രൈവറാണ്, ഞങ്ങളെ ഹെവി ഡ്രൈവറാണ് ഞങ്ങളെ കൂട്ടത്തിലെ. ഒരാളെ കയറ്റാണ്ട് ഇപ്പോഴാണ് വണ്ടിക്ക് നിലമ്പൂരങ്ങാടിയില്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല. നമ്മൾ ഓനും കൊണ്ട് പോണോണ്ട് ഇന്ന് നിലമ്പൂർ ബ്ലോക്ക് ഡ്രസ് എടുക്കാൻ പോണ ആൾക്കാര് ഇന്ന് 21ാമത് നോമ്പാണ്. ഇന്ന് ഡ്രസ് എടുക്കാൻ പോകുന്ന ആൾക്ക് നിലമ്പൂരങ്ങാടി ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ നിലമ്പൂര് ബ്ലോക്ക് ഉണ്ടാക്കണ മെയിൻ ചെക്ക ഞങ്ങളെ കൂടെ പോരുന്നുണ്ട്. ഓനെ ഞങ്ങള് പൊക്കാണ്. കാരണം തന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഡ്രസ് എടുക്കാൻ ഇറങ്ങാണ്. വരുന്നുണ്ടോ? ചെറുക്കൻ വരുന്നുണ്ട്. നിലമ്പൂര് പകുതി ആസാ ഇവനൊക്കെ അറിയും. സുനിൽ പുളിക്കൽ പിന്നെ രാവിലെ ബ്ലോക്ക് ഉണ്ടായി വീട്ടിലാണ്. വണ്ടി തട്ടാക്കി വേറെ ആവി പൈസ എടുത്തോ, ചായ എടുത്തരാന്നാണ്. അപ്പൊ ഞാൻ നിലമ്പൂര് ഇന്നിട്ടോ ഇന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. നിലമ്പൂരിലെ നമ്മള് സാറ് സുനിൽ പുളിക്കല് തിരക്കുള്ള ദിവസം നോക്കിയാണ്ട് ഓനെ വേറെ പറഞ്ഞേക്കലാണ്. ഒരു 1000 ഉറുപ്പിക കൊടുത്താണ്ട് വിടും. എന്താ വെച്ചാൽ നിലമ്പൂരങ്ങാടി ബ്ലോക്കെല്ലാം ആക്കാം. ഇപ്പൊ ഉണ്ടെങ്കിൽ എന്തായാലും കൂലി നമ്മള് വാരി. കാരണം നിലമ്പൂര് നമ്മള് ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കിയില്ലേ, ഇന്നത്തെ കൂലി നമ്മക്കല്ലേ. പടച്ചൊന്ന് 27 തുടങ്ങിയില്ലേ, ഞാന് ഒറ്റപ്പെട്ട ദിവസം ബസ്സിൽ ഡ്രൈവറായി പോയെന്നെ നമ്മളോ നേരം വെക്കി ഇങ്ങനെ വരാം. ചക്ക ഡ്രസ് മാറിട്ടോ, ചക്ക ഡ്രസ് മാറി വണ്ടി കയറാണ്. അല്ലയാ ഇവരെല്ലാരും പറയുന്നത് വെച്ചാല് ഇന്ന് നിലമ്പൂരങ്ങാടി ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറയണത്. എന്താ ഒരു സത്യാവസ്ഥ എന്താണ്? എന്താ അടി പോരുന്നുണ്ട്. ശനിയാഴ്ച അല്ല, ഇന്നലെയൊക്കെ എന്താ അവസ്ഥ? ശനി ഞായർ നിലമ്പൂരങ്ങാടി. ഇത് നമ്മളെ ചക്കനാണ് അലി, നിലമ്പൂര് എന്ത് സ്പന്ദനാണ് സെറ്റപ്പ്. ഞങ്ങളെ പഴയ സ്റ്റാൻഡ്, ഞങ്ങള് സ്കൂളെ കട്ടാക്കി വന്ന് നിൽക്കണ സ്ഥലം പ്ലസ് ടു ഒക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പട്ടിക്കാട്ടോടെ കൊടുക്കാനല്ല വണ്ടി പോണേ. അലിന്റെ അത്ര പ്രൊഫഷണൽ ഡ്രൈവർ അല്ലെങ്കിലും ഒരു മിനിമം ഒരു ഹെവി ഡ്രൈവർ ആണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പ്രതീക്ഷിക്കണേ. എവിടെയില്ല എത്ര ഭംഗിയുള്ള സ്ഥലം നമ്മളതിലേക്ക് പോണ്ട്. നമ്മള് ഭയങ്കര യാത്രക്കാരൊന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളൊക്കെ എന്താ സ്റ്റൈല് അല്ലയാ. ഇത് ഭംഗി ഇങ്ങനെ കണ്ടുകണ ഈ ഓട്ടോറിക്ഷ പോകുമ്പോ. നിലമ്പൂര് എന്ന് പറഞ്ഞാണ്ടല്ലോ കിഡിലോസ്കി അല്ല, ഈ കടും വേനൽക്കാണ് ഇതിന്റെ സ്റ്റൈല്. മഴയത്ത് എന്താ അതിലറിഞ്ഞു. ആ അതെ അതെ, പാങ്ങളല്ലോ മാള് കൊണ്ട് ഇവിടെ. ജംഗ്ഷനിലെത്തി. എവിടേക്കാ പോണ്ടേ? സുഹൃത്തല്ലേ, അപ്പൊ നമ്മളെ മെയിന് വണ്ടിനെ കുറിച്ച് എല്ലാം അറിയുന്നോട്ടോ പറയണത്. പടച്ചോനെ അത് വേണ്ട. എന്നിട്ട് അലോകക്കാർക്ക് കുയിന്താവും, അലോകക്കാർക്ക് കുയിന്താവും. അല്ല പൈസ ലൈനൊന്നല്ല കേട്ടോ. കേറുമ്പോ തന്നെ നോക്കും. നമ്മളെ പെണ്ണല്ലേ നല്ലൊരു വണ്ടി. ഈ വണ്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ?